അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് താൻ പണം തട്ടിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സുഭാഷ് പറഞ്ഞു. നഴ്സിംഗ് സ്ഥാപനവുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല. ഭരണിക്കാവിലുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും സുഭാഷ് പറഞ്ഞു. അഡ്മിഷൻ വാങ്ങി തരാമെന്ന് പറഞ്ഞ് താൻ പണം തട്ടിയെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സുഭാഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്നലെ മനോരമ ചാനലിൽ എനിക്കെതിരായി ഒരു വ്യാജ വാർത്ത വരികയുണ്ടായി. നഴ്സിംഗ് അഡ്മിഷൻ വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് 11,000 രൂപ വാങ്ങി എന്നാണ് ആരോപണം ഉന്നയിച്ച സ്ത്രീയെ എനിക്ക് പരിചയമുണ്ട്. എൻ്റെ കടയിൽ 7 വർഷത്തോളം ഉച്ചിറയിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയാണ്. പുതുപ്പള്ളിക്കാരിയാണ്. ഇപ്പം വിവാഹം ചെയ്ത് പാവുമ്പാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞാൻ CPMൻ്റെ പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ഇന്നലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി കൂടി ഇന്ന് കേസ് കൊടുക്കാനും ഇന്നിവിടെ പത്രസമ്മേളനം നടത്തണമെന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഒരു പത്രസമ്മേളനം നടത്താൻ എത്തിയിട്ടുള്ളത്. ഈ പരാതിക്കാരിയുമായിട്ട് എനിക്ക് യാതൊരു സാമ്പത്തിക ഏർപ്പാടും ഇല്ല. ഇവരെ കാണുന്നത് ഈ സാമ്പത്തികം 10,000 രൂപ ഈ മേപ്പള്ളിക്കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിഷന് വേണ്ടി ഇവർ ഒരു അഡ്മിഷൻ വൈഫിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകന് വേണ്ടി അഡ്മിഷന് വേണ്ടി ഫോണിലൊന്ന് വിളിച്ചിരുന്നു. എനിക്ക് ഈ മേപ്പള്ളിക്കുട്ടി ഹോസ്പിറ്റലിലെ അവരുമായിട്ടൊന്നും എനിക്ക് യാതൊരു പരിചയമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ചാങ്ങാട്ട് ഹരി കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിനുമായി ബന്ധപ്പെടാൻ ഞാൻ പറയുകയും അതനുസരിച്ച് അവർ ബന്ധപ്പെടുകയും ഈ 10,000 രൂപ കൊടുത്തായിട്ടാണ് അറിയാൻ കഴിഞ്ഞു ഞങ്ങളുടെ അന്വേഷണത്തിൽ. അത് ഹരി കഴിഞ്ഞ ഓണത്തിന് മരിച്ചുപോയി. ഈ കഴിഞ്ഞ ഓണത്തിന് ഹരി മരിച്ചുപോയി. അതിനുശേഷം ഇവർ എൻ്റെ അടുക്ക വരികയും ഞാനും ഇവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയി ഈ ഹരി നിർദ്ദേശിച്ച ആളിനെ പോയി, ബെന്നി എന്ന് പറയുന്ന ആളിനെ പോയി ഹോസ്പിറ്റലിൽ കാണുകയും അഡ്മിഷൻ നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. അഡ്മിഷൻ മാക്സിമം അഡ്മിഷൻ കൊടുക്കാൻ സഹായിക്കാമെന്ന് പറയുകയുണ്ടായി. അതനുസരിച്ച് തിരിച്ചു പോകുന്നതാണ്. ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഇവർ എനിക്കെതിരെ നിരന്തരം കരുനാഗപ്പള്ളി പോലീസിൽ, കായംകുളം പോലീസിലൊക്കെ പരാതി കൊടുക്കുക. പരാതിക്ക് പോലീസ് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലും, ഇവർ വരാറില്ല. അങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസവും 15-ാം തീയതി കരുനാഗപ്പള്ളി പോലീസ് പരാതി കൊടുക്കേണ്ടത് 15-ാം തീയതി വരാം എന്നവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ ഈ വാർത്ത വരുന്നത്. സാമ്പത്തികമായി യാതൊരു വിധം ഞാനൊരു പൈസയും വാങ്ങിയിട്ടില്ല. എനിക്കെതിരെ ആരുടെയൊക്കെ പ്രേരണയാൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്. അതിനെതിരായി ഞാൻ രാവിലെ തന്നെ പരാതി കൊടുത്തു. വക്കീലിനെ കണ്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണം നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ DGP അടക്കം പരാതി കൊടുത്ത് എനിക്കെതിരായിട്ടുണ്ടായ മാനനഷ്ടവും അതുപോലെ എനിക്കെതിരായ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മനോരമ ചാനലിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക ഇടപാടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ സ്ത്രീ പരാതിക്കാരിയായ സ്ത്രീയായിട്ടും എനിക്ക് അതിനടുപ്പില്ല. ഈ പറഞ്ഞ സാമ്പത്തിക ഏർപ്പാടൊക്കെ നടത്തിയ അവരുടെ ഭർത്താവാണ്. അവർ തമ്മിലാണ് ഈ ഏർപ്പാടൊക്കെ. അതിന് എന്നെ ബോധപൂർവം വലിച്ചഴിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നടത്തിയത്. ആ പരിശ്രമത്തിനെതിരായി ഈ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം സുഭാഷ് കൂടി പങ്കാളിയായി തട്ടിപ്പ് നടത്തിയെന്ന രൂപത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇതേ തുടർന്നാണ് സുഭാഷ് വാർത്താ സമ്മേളനം വിളിച്ചത്. നഴ്സിംഗ് സ്ഥാപനവുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്നും സുഭാഷ് പറഞ്ഞു. ഭരണിക്കാവിലുള്ള ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തത്. പരാതി ഉന്നയിച്ച സ്ത്രീയുടെ ഭർത്താവിനാണ് സുഹൃത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. തുടർന്ന് ഇവർ തമ്മിലായിരുന്നു സാമ്പത്തിക ഇടപാട് നടന്നത്. ഇതിനിടെ സുഹൃത്ത് മരിച്ചുപോയെന്നും സുഭാഷ് പറഞ്ഞു. ഈ കാര്യത്തിൽ അടിസ്ഥാനരഹിതമായ പ്രചരണത്തിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും സുഭാഷ് വ്യക്തമാക്കി. CDNet ന്യൂസ്, കായംകുളം.